പിന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. പ്ലം കേക്ക് ആരോഗ്യത്തിന് ഹാനികരമൊന്നുമില്ല. ഇത്രയും നേരം പ്രേമില്ലാതിരുന്ന ഒരാള് ഇപ്പൊ ചാടിക്കറി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ 563ാമത്തെ കേക്കാണ്. എനിക്കത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയാണ് നമ്മുടെ ഈ പ്ലം കേക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. എനിക്കും കൂടുതൽ ചെയ്യാൻ ഇഷ്ടം അങ്ങനത്തെ കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ്. അത് ചെയ്ത് തീർക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. പിന്നെ അവർ ഫോട്ടോ എടുത്ത് അയച്ചു തരും. പിള്ളേരത് മുറിക്കുമ്പോൾ അല്ലെങ്കിൽ പിള്ളേരത് കാണുമ്പോൾ അവരുടെ മുഖത്തെ സന്തോഷമൊക്കെ നമുക്കിങ്ങനെ ഷെയർ ചെയ്ത് തരും. അത് കാണുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷമാണ്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ OTGയിലേക്ക് കൊണ്ടുവയ്ക്കാം. കമോൺ നമുക്കിന്നിവിടെ ഒരു പ്ലം കേക്ക് സെർമണി നടത്താം. നമ്മൾ ഒരു മിനിമം 1 മാസം മുമ്പെങ്കിലും ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കണം. 1 വർഷം വരെ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. മാക്സിമം 1 വർഷം വരെയൊക്കെ വെക്കുന്നതാണ് നല്ലത്. പക്ഷേ മിനിമം 1 മാസം മുമ്പെങ്കിലും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിന്നിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഞങ്ങളിവിടെ യൂസ് ചെയ്തേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലിസ്റ്റ് ഞാനിപ്പോൾ കാണിക്കാം. പിന്നെ ഇതെല്ലാം വേണമെന്നൊന്നുമില്ല. ഞങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാം അങ്ങ് മേടിച്ച് കൂട്ടിയതേ ഉള്ളൂ. നമുക്കിത് ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇടുന്നതെന്നുള്ളത് പരിചയപ്പെടാം. ഇത് പീച്ച്, ക്രാൻബെറി, പ്ലം, ഡേറ്റ്സ്, ബ്ലൂബെറി, കിവി, ഇത് ഡ്രൈ നട്ട്സ്, ആപ്രിക്കോട്ട്, ഗൂസ്ബെറി, പൈനാപ്പിൾ, ബ്ലൂബെറി, ട്യൂട്ടി ഫ്രൂട്ടി, പിസ്ത, ജിഞ്ചർ പീൽ, ഓറഞ്ച് പീൽ, ഫിഗ്, സ്ട്രോബെറി, ചെറി, പ്ലം, ഗോൾഡൻ ബെറി, ഡ്രൈ നട്ട്സ്, ബദാം, കിസ്മിസ്, ബ്ലാക്ക് ആൻഡ് യെല്ലോ. ഇനി നമുക്കിതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. ഒരുപാടങ്ങ് ചെറുതാക്കണം എന്നില്ല. പിന്നെ അതിൻ്റെ കുരു ഒന്നും ഇടയ്ക്ക് പെടാതെ നോക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 100 കേക്കിനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇതിപ്പോൾ ചെറിയ സാമ്പിളാണ്. ബാക്കിയെല്ലാം ഞാൻ സമയം പോലെ അമ്മച്ചി ഹസ്ബൻഡും ഒക്കെ കൂടി തലേന്നും ഒക്കെ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സാമ്പിൾസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കട്ട് ചെയ്ത് തീർന്നായിരുന്നു. ഏകദേശം ഒരു 1 kg കേക്കിന് റിച്ച് പ്ലം കേക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 300 ഗ്രാമെങ്കിലും മിനിമം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് ഒഴിവാക്കാൻ പറ്റാത്ത 2 സാധനങ്ങളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഐറ്റംസ് ആണ് ജിഞ്ചർ പീലും ഓറഞ്ച് പീലും. അത് നമ്മൾ ഉറപ്പായിട്ടും ഉൾപ്പെടുത്തണം. പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ ഇത് രണ്ടും വളരെ നല്ലതാണ്. ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരുമാതിരി എല്ലാ മാർക്കറ്റിലും തന്നെ ഇപ്പം ഡ്രൈ ഫ്രൂട്ട്സിനുള്ള എല്ലാ ഐറ്റംസും കിട്ടും. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല. ഇതിനെ ഒരുപാട് വലുതാക്കി ഇടരുത്. ഇത് നമ്മൾ 1 മാസമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ലിക്കറിലൊക്കെ ഒഴിച്ച് വെക്കുന്നത് കൊണ്ട് അതങ്ങ് അതിൻ്റെ കൂട്ടത്തിലങ്ങ് അലിഞ്ഞ് ചേർന്ന് പൊക്കോളും. പിന്നെ കുരു ഒന്നും പെടാതെ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി കട്ട് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സ് ഒന്നുമില്ല. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ യൂസ് ചെയ്യാം. എന്നത് വേണം എന്നത് വേണ്ട അങ്ങനെയൊന്നുമില്ല. പിന്നെ മാംഗോ ഡ്രൈ ഒന്നും നമ്മൾ അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ കേക്കിന് ടേസ്റ്റ് കൂട്ടും. ഫിഗൊക്കെ അതിൻ്റെ മെയിൻ സാധനങ്ങളാണ്. ഫിഗ്, കിവി, ഇതെല്ലാം നമുക്ക് നമ്മുടെ കേക്കിന് ടേസ്റ്റ് കൂട്ടാൻ നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ഐറ്റംസിൽ നിന്നും കുറേശ്ശെ വീതം അങ്ങ് എടുക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 30 കിലോ ഡ്രൈ ഫ്രൂട്ട്സോളം മേടിച്ചിട്ടുണ്ട്. ഒരു 100 കേക്കൊക്കെ ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അഥവാ മിച്ചിടുന്നാലും വിഷയമൊന്നുമില്ല. ഇത് കേടായി പോകത്തില്ല എങ്ങനെയാലും. നമുക്കിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയും കൂടെ ഷെയർ ചെയ്യാം. കഴിഞ്ഞ വർഷം സോക്ക് ചെയ്തതിൻ്റെ ബാലൻസ് കുറച്ചിരിപ്പുണ്ട്. അപ്പം ഞാൻ അത് വെച്ചിട്ട് പ്ലം കേക്കിൻ്റെ ഒരു ചെറിയ റെസിപ്പിയും കൂടെ കാണിച്ചു തരാം. ഇതെല്ലാം സോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതും കാണാം.
നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാനുള്ള ലിക്വിഡ്സ് ആണ്. ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഓറഞ്ച് മർമലൈഡ്, പിന്നെ ഒരു മിക്സഡ് ഫ്രൂട്ട് ജാം ഉണ്ട്, പിന്നെ ഹണി ഒരു 1/2 ലിറ്ററോളം എടുത്ത്, പിന്നെ നമ്മുടെ മസാല, മെയിൻ സാധനമാണ് മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതാണ് മെയിനായിട്ട്, പിന്നെ ജാതിക്ക. ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങ് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഇതിന് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിനകത്തേക്ക് ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മുടെ ഈ പ്ലം കേക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഇപ്പോൾ ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടിയാണ് ഇത് 2 കാണിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം വേറെ കുറച്ചുകൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എന്തോരം ലിക്കർ വേണമെന്നുള്ളത് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ അറിയത്തുള്ളൂ. ഇത്രയും നേരം ഫ്രെയിമിലില്ലാതിരുന്ന ഒരാൾ ഇപ്പം ചാടിക്കറി വന്നിട്ടുണ്ട്. കുപ്പി ഒടിച്ചപ്പോഴത്തേക്കും മണം അടിച്ചിട്ടാന്ന് തോന്നണം, എവിടുന്നോ ഓടി വന്ന്. മിന്നിച്ചേക്കണേ. അതെ, ഇതെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല നമ്മൾ ഈ ഒഴിക്കുന്ന റമ്മിൻ്റെ ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും റമ്മിൻ്റെ ഫ്ലേവർ കിട്ടുന്നത് OPRലാണെന്നാണ് നമ്മൾ വിദഗ്ധരുടെ അഭിപ്രായം. നമ്മൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ റിസർച്ചൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ വേറെ ബ്രാൻഡ് ഓൾഡ് മിങ്കിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനേക്കാളും റമ്മിൻ്റെ ഫ്ലേവർ കൂടുതൽ വരുന്നത് OPRലാണെന്നാണ് ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം OPRലാണ് ചെയ്തേക്കുന്നത്. പക്ഷേ അത് നമുക്ക് അത് കഴിക്കുമ്പോൾ തന്നെ അറിയേണ്ട വ്യത്യാസം. ശരിക്കും റമ്മിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ അതൊരു പ്രിസർവേറ്റീവാണ് മെയിനായിട്ട്. നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ആൽക്കഹോൾ മാത്രമാണ് നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ടിരിക്കുന്നത്. എന്നാലും ഏകദേശം ഒരു 5-6 ദിവസം വരെയൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ നമ്മൾ വെച്ച് നോക്കിയിട്ടില്ല. ഇത് ലിക്വർ യൂസ് ചെയ്യാത്തവർക്ക് നമുക്ക് വൈന് ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഓറഞ്ച് ജ്യൂസ്, അതൊക്കെ നമ്മൾ അന്നേരം ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. അതിങ്ങനെ ഇട്ട് നമുക്ക് ഒത്തിരി നാൾ വെക്കാൻ പറ്റത്തില്ല. വൈന് വിഷയമില്ല, വൈൻ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. പക്ഷേ ഓറഞ്ച് ജ്യൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ 1 ദിവസം 2 ദിവസം കൊണ്ട് നമ്മളിത് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്ത് ലിക്വർ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ലിക്കറിൻ്റെ ടേസ്റ്റ് ഒന്നും വരത്തില്ല. അത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് മുഴുവൻ അതിങ്ങ് കുടിച്ചെടുക്കുക ചെയ്യുന്നത്. ലിക്കർ ഒഴിക്കുന്നതുകൊണ്ടാണ് ഇത് നമ്മൾ വർഷങ്ങളോളം കേടാകാതെ ഇരിക്കുന്നതിൻ്റെ മെയിൻ കാരണം ലിക്കറാണ്. പിന്നെ ഈ ലിക്കർ യൂസ് ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ വൈൻ യൂസ് ചെയ്യാം. നമ്മൾ ഹോം മെയ്ഡ് വൈനോ അല്ലെങ്കിൽ നമ്മൾ ഓറഞ്ച് ജ്യൂസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഓറഞ്ച് ജ്യൂസൊക്കെ ആണെങ്കിൽ അധികം ദിവസം വയ്ക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം ഉണ്ടാക്കണം. ഒത്തിരി നാൾ ഇരിക്കത്തില്ല. ശരിക്കും പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മദ്യ ഒഴിച്ചുണ്ടാക്കുന്നത് കൊണ്ടാണ്. പിന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. പ്ലം കേക്ക് ആരോഗ്യത്തിന് ഹാനികരമൊന്നുമില്ല. പക്ഷേ നമ്മുടെ പ്രൈം കസ്റ്റമേഴ്സൊക്കെ കൂടുതൽ ആവശ്യപ്പെടുന്നത് നീ ആ റമ്മ് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാണ് ആൾക്കാർ വരുന്നത്. അങ്ങനെ പറയുന്നവർക്ക് നമ്മൾ അവസാനം കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മേളിലും 2-3 ഹോൾസൊക്കെ ഇട്ട് അതിലും കുറച്ച് റമ്മ ആഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ ഫ്ലേവർ വരും. ഫ്ലേവറിൻ്റെ മാത്രമല്ല, നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റമ്മ ഒഴിച്ച് നമുക്ക് എത്ര നാൾ നമ്മൾ ജസ്റ്റ് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. റമ്മ ഒരു 1-2 ടീസ്പൂൺ മതി. അതൊരു 2-3 ദിവസം കൂടുമ്പോൾ അതിനെ ഇങ്ങനെ റമ്മ ഒഴിച്ച് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒത്തിരി കൂടും. അല്ലെങ്കിൽ മിനിമം ഒരു 10 ദിവസമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സോക്ക് ചെയ്ത് കൊടുത്ത് കേക്കിനെ അങ്ങനെ വെക്കണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും. പക്ഷെ നമ്മൾ റമ്മിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ആ ലിക്കറിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് വരത്തില്ല. പക്ഷെ കേക്കിന് നല്ല ടേസ്റ്റ് വരും. കേക്ക് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. ശരിക്കും പ്ലം കേക്ക് ഇരിക്കും തോറുമാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. ഇത് ഞാൻ എവിടെയോ വായിച്ച് കേട്ടിട്ടുണ്ട്. പണ്ട് നമ്മൾ കേരളത്തിലൊന്നും ഇങ്ങനെ ക്രിസ്മസ് കേക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലായിരുന്നു. ഇത് ശരിക്കും ഫോറിനേഴ്സാണ് കൊണ്ടുവന്നത്. ഫോറിനേഴ്സാണ് നമ്മുടെ കേരളീയർക്ക് ഈ റെസിപ്പി പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞത് വൈനിൽ സോക്ക് ചെയ്യാനാണ് അവർ പറഞ്ഞത്. പക്ഷെ നമ്മുടെ കേരളീയർ പണ്ട് ആദ്യകാലത്ത് അവരിത്
ചാരായത്തിലാണ് സോക്ക് ചെയ്തത്. എന്നിട്ട് ഈ ഫോറിനേഴ്സിന് കൊടുത്തു. സായിപ്പിന് അതിൻ്റെ ടേസ്റ്റ് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങളിത് ചാരായത്തിലാണ് സോക്ക് ചെയ്തത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റാണ്. പിന്നെയാണ് നമ്മളിത് ഇങ്ങനെ റമ്മും ബ്രാൻഡി ഒക്കെ ഒഴിച്ച് സോക്ക് ചെയ്യാൻ തുടങ്ങിയത്. നമ്മളിത് ഏകദേശം ഒരു 30-35 കിലോ ഇട്ടിട്ടുണ്ടെന്നോ അല്ലേ? 35 കിലോ. 100 കേക്ക് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇട്ടേക്കുന്നത്. ഏകദേശം അത്രയും നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ട് കേക്കിൻ്റെ, അതുകൊണ്ടാണ് ഇത്രയും ബൾക്കായിട്ട് ഇടാമെന്ന് കരുതിയത്. അതിനകത്ത് നമുക്ക് മാർക്കറ്റിൽ കിട്ടിയ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ടേസ്റ്റ് കിട്ടാത്ത ഒഴിവാക്കിയിട്ട് മാത്രം മാംഗോയുടെ ഡ്രൈ പീൽ എടുത്തില്ല, ബാക്കി എല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഓറഞ്ച്, ഞാൻ നേരത്തെ പറഞ്ഞ ജിഞ്ചർ ഓറഞ്ച് അതിൻ്റെ മെയിനാണ്. പിന്നെ കിവി ഉണ്ട്, പ്ലം ഉണ്ട്, ബ്ലൂബെറി, ആപ്രിക്കോട്ട്, പീച്ച്, ഗോൾഡൻ ബെറി, ബ്ലാക്ക്ബെറി, ബ്ലൂബെറി. പിന്നെ ഫിഗ് ഒരു മെയിനാണ്. ഫിഗ് ഒഴിവാക്കാൻ പാടില്ല, അതിനാണ് ഏറ്റവും റേറ്റ് കൂടുതൽ. അതാ പല ക്വാളിറ്റിയിലുള്ള മേടിക്കാൻ കിട്ടും നമുക്ക്, പക്ഷെ നമ്മൾ മാക്സിമം നല്ല ക്വാളിറ്റിയിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് മേടിച്ചിരിക്കുന്നത്. മാക്സിമം ക്വാളിറ്റിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ മസാലക്കൂട്ട്, മസാലയും മെയിനാണ്. മസാലയുടെ സ്മെല്ലും ഉണ്ട്. മസാലയ്ക്കകത്ത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ജാതിക്ക, ഇതാണ് മെയിനായിട്ട്. പിന്നെ നമ്മൾ ബേക്ക് ചെയ്യുമ്പോഴും കുറച്ച് മസാലയും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ അതിന് ആവശ്യത്തിന് മസാല ഇട്ടാൽ മതി. പിന്നെ ഇതെല്ലാം ഇനി നമ്മൾ ഓരോ ടിന്നകത്തോടെ ആക്കണം. ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് എടുത്ത് നോക്കാം. ഇത് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലിക്കർ ആഡ് ചെയ്ത് കൊടുക്കണം. ലിക്കറോ വൈനോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ 2 ദിവസം 3 ദിവസം കൂടുമ്പം ജാറിലാണെങ്കിൽ നമ്മളത് ടിന്നിൽ നിന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടിയിലെല്ലാം കൂടെ ലിക്കറെല്ലാം കൂടെ പോയി കിടന്നു കഴിഞ്ഞാൽ, അതുകൊണ്ട് 2-3 ദിവസം കൂടുമ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം നമ്മളിപ്പോൾ 1 മണിക്കൂറോളം ഇത് മിക്സ് ചെയ്ത് കുറച്ചുകൂടെ ലിക്കറിൻ്റെ ആവശ്യമുണ്ട്, നമ്മൾ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പം ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ലിക്കർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കണം. ഒട്ടും വെള്ളം കയറാണ്ട് നമ്മളിത് നന്നായി ടൈറ്റ് ചെയ്ത് സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ടിന്നിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കഴിഞ്ഞ വർഷം മിക്സ് ചെയ്തതിൻ്റെ ബാക്കി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം. അപ്പം നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിപ്പോൾ ഞാനൊരു 1 kgയുടെ മെഷർമെൻ്റ് എടുത്തേക്കുന്നത്. ഇത് 1.5 കപ്പ് മൈദയുണ്ട്. അതിന് ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗർ വേണം. വൈറ്റ് ഷുഗർ വേണേൽ യൂസ് ചെയ്യാം. പിന്നെ കളറിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രൗൺ ഷുഗറാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ക്യാരമലാണ്, ഇതൊരു 1/2 കപ്പുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഓയിൽ വേണം. ഒരു 1/2 ടീസ്പൂൺ മസാല, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. പിന്നെ ഞാൻ ചെയ്യുന്നത് സാധാരണ എഗ്ഗ് വൈറ്റും എഗ്ഗ് യോക്കും സെപ്പറേറ്റ് ചെയ്താൽ 3 എഗ്ഗ് മതി ഒരു 1 kg കേക്കിന്. 3 അല്ലെങ്കിൽ 4 എഗ്ഗ് സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇത് 1.5 കപ്പുണ്ട്. ഏകദേശം ഒരു 350-400 ഗ്രാമോളം വരും. നോർമലി ഒരു റിച്ച് പ്ലം ചെയ്യുകയാണെങ്കിൽ 1.5 കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ 1.5 കപ്പ് തന്നെ ഡ്രൈ ഫ്രൂട്ട്സും യൂസ് ചെയ്യണം. പിന്നെ 100 ഗ്രാം ബട്ടർ, പിന്നെ ആവശ്യത്തിന് 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ, ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനേഗർ വേണം 1 ടീസ്പൂൺ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ മൈദയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മൈദ വെച്ച് തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കേക്കിൻ്റെ അടിയിലേക്ക് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ വെച്ച് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. ഇതിനകത്ത് ഞാൻ കുറച്ച് നട്ട്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നട്ട്സ് നമ്മൾ ആവശ്യത്തിന് ഒരു 100 ഗ്രാം എന്തായാലും വേണം.
100-120 ഗ്രാം വരെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം ബട്ടർ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇനി നമുക്ക് അതിനകത്തേക്ക് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ ബട്ടർ നന്നായിട്ട് ബീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു ഈ ടെക്സ്ചറിൽ നമുക്ക് കിട്ടണം. അത് നമുക്ക് വാനില എസൻസും എഗ് യോക്കും ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം വാനില എസൻസ് ആഡ് ചെയ്തതിന് ശേഷം ഓരോ എഗ് യോക്ക് വീതം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബീറ്റ് ചെയ്തിട്ട് ഓരോന്ന് വീതം ആഡ് ചെയ്യണം. മസാല നമുക്ക് മൈദയുടെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്ത ഓയിൽ കുറേശ്ശായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സ്പീഡ് കുറച്ച് ബീറ്റ് ചെയ്യാവുള്ളൂ. നമ്മൾ 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്തു. ഇനി ആ ക്യാരമലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരമലാണ് പ്ലം കേക്കിന് മെയിനായിട്ടും അതിൻ്റെ ആ ഡാർക്ക് കളർ കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ക്യാരമലൈസ് ചെയ്യേണ്ടെന്നും വെക്കാം. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ ലിക്വിഡ് ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മൈദ നമുക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു 1/3 മൈദയുടെ ഒരു 1/3 ഇട്ട് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. നമുക്ക് 1.5 കപ്പ് മൈദ നമ്മൾ എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് അതിനെ നമുക്ക് ബട്ടറിലിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഓവർ മിക്സ് ആവരുത്. ആ ഫ്ലോർ എല്ലാം മിക്സ് ആയി കഴിഞ്ഞാൽ അടുത്ത 1/3 കൂടെ ആഡ് ചെയ്യാം. വീണ്ടും പയ്യെ ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പാത്രം കൂടെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. മൈദ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരിക്കലും ഓവർ മിക്സ് ആവാതെ നോക്കുക. മാക്സിമം പയ്യെ ചെയ്യുക. ഒരുപാടിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യാൻ പോകല്ല. എല്ലാം മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മൈദയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എഗ്ഗ് വൈറ്റ് മാറ്റി വെച്ചേക്കുന്നത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 3 എഗ്ഗ് വൈറ്റ് ഉണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എഗ്ഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്ന പാത്രം നല്ല ക്ലിയർ ആയിരിക്കണം. ഒട്ടും വെള്ളമൊന്നും പാടില്ല. ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഏകദേശം എഗ്ഗ് വൈറ്റ് ഇങ്ങനെ ഈ സ്റ്റിഫ് പീക്ക് സ്റ്റേജിൽ ആകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ മൈദ വെച്ച് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ബാറ്റർ വെച്ച് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഒത്തിരി ഓവർ മിക്സ് ചെയ്യില്ല. ജസ്റ്റ് അതിനൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അതിന് നന്നായിട്ട് ആ ബാറ്ററിൽ ഫോൾഡ് ചെയ്തെടുക്കണം. പ്ലം കേക്കിൻ്റെ ബാറ്റർ ലൂസ് ആവരുത്. നമ്മൾ സാധാരണ നോർമൽ വാനില കേക്ക് സ്പഞ്ചൊക്കെ ഉണ്ടാക്കുന്ന പോലെ ലൂസ് ആവരുത്. ഇത് നല്ല തിക്കായിരിക്കണം. നമ്മൾ പ്ലം കേക്കിൻ്റെ ടെസ്റ്റ് കാണാറില്ലേ, നല്ല കട്ടിയായിരിക്കും. അതിങ്ങനെ തിക്കായിരിക്കണം അതിൻ്റെ ബാറ്റർ. പിന്നെ ഒരുപാട് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അതിൻ്റെ അടിയിലോട്ട് ചെന്ന് അടിയും. നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പം കേക്കിൻ്റെ അടിയിലായി പോകും ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം.
അപ്പോൾ പ്ലം കേക്കിൻ്റെ ബാറ്റർ ഇങ്ങനെ ലൂസ് ആവില്ല, ഇങ്ങനെ തിക്കായിട്ടിരിക്കണം, ഇങ്ങനെ തിക്കായിരിക്കണം. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ആ എഗ് യോക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എഗ് യോക്ക് അവസാനം ആഡ് ചെയ്യുമ്പോൾ കേക്ക് ഒന്നുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും. എഗ് യോക്കിൻ്റെ 1/3 ആദ്യമേ ആഡ് ചെയ്ത് കൊടുക്കണം. 3 പോർഷനായിട്ട് ആഡ് ചെയ്യണം. ആദ്യമേ നമുക്ക് 1/3 പോർഷൻ ആഡ് ചെയ്യാം. അതും ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കുക ചെയ്യാവുള്ളൂ. പിന്നെ ഒരു കാര്യം വിട്ടുപോയി പറയാൻ, ഇതിനെല്ലാം മുന്നേ നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. ഓരോ OTGയുടെയും ടെമ്പറേച്ചർ വേറെ ആയിരിക്കും. ഞാനിവിടെ നോർമലി ചെയ്യുന്ന ഒരു 160-ലൊക്കെയാണ്. 160-ൽ ഏകദേശം ഒരു 40 മിനിറ്റ് 50 മിനിറ്റ് ഒക്കെ എടുക്കും. അപ്പോൾ ഓരോ സെയിം കമ്പനി ആണെങ്കിലും എല്ലാ OTGക്കും ടെമ്പറേച്ചർ വ്യത്യാസം കാണും. ഇനി അടുത്ത 1/3 പോർഷൻ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ബേക്ക് ചെയ്യാനുള്ള പാത്രമൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. അതിൽ ബട്ടർ പേപ്പർ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മൾ പ്ലം കേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കിംഗ് ടൈം കൂടുതലായിരിക്കും. നമ്മൾ ടെമ്പറേച്ചർ കുറച്ചിട്ട് കൂടുതൽ സമയം വെച്ച് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. ഞാനിപ്പം 1 കിലോയുടെയാണ് എടുത്തേക്കുന്നത്. പക്ഷെ ഞാൻ 2 ടിന്നിലായിട്ട് ഒരു 1/2 കിലോ വീതം ബേക്ക് ചെയ്തെടുക്കുക. ഇത് വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ തന്നെയാണ്. ലാസ്റ്റ് പോർഷനും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ക്യാരമലും ബ്രൗൺ ഷുഗറുമാണ് ഇതിൻ്റെ കളർ മെയിനായിട്ട്. ക്യാരമൽ ഉണ്ടാക്കാൻ നമ്മൾ 1/2 കപ്പ് മൈദ എടുക്കുക. 1/2 കപ്പ് മൈദ നന്നായിട്ട് ബ്ലാക്ക് കളറായി വന്നതിന് ശേഷം അതിനകത്തേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് കുറച്ച് നേരം ഒന്ന് ആ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് ക്യാരമൽ യൂസ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. ക്യാരമൽ മെയിനായിട്ടും കളറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഷുഗർ, ഇപ്പം ഞാനിപ്പോൾ ഇതിനകത്തേക്ക് 1/2 കപ്പ് ക്യാരമലും 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കത് ക്യാരമൽ വേണ്ടെന്നാണെങ്കിൽ 1/2 കപ്പ് ബ്രൗൺ ഷുഗറിന് കൂടുതൽ ഒരു 1/2 കപ്പും കൂടെ 1 കപ്പ് ബ്രൗൺ ഷുഗറും കൂടെ ആഡ് ചെയ്താൽ മതി. ഇത് 1 ടീസ്പൂൺ വിനേഗറാണ്. ഒന്നെങ്കിൽ വിനേഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് കേക്ക് കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് വിനേഗറും കൂടെ ആഡ് ചെയ്യാം. ബട്ടർ യൂസ് ചെയ്യുന്ന കേക്ക് ആയതുകൊണ്ട് കുറച്ച് ഹാർഡായിരിക്കും. പിന്നെ നമ്മൾ പ്ലം കേക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വിനേഗറും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയാൽ മതി. ഞാനിപ്പോൾ 2 ആയിട്ട് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കണേ. ഹാഫ് കെ ജി വീതം എടുക്കാനാണ്. കണ്ട പ്ലം കേക്കിൻ്റെ ബാറ്റർ ഇങ്ങനെ ആയിരിക്കണം. നമുക്കിങ്ങനെ എടുത്ത് ഇടാൻ പാകത്തിനായിരിക്കണം. ഒത്തിരി ലൂസാകരുത്. ഒരുപാട് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യരുത്. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്താൻ വേണ്ടിയിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ടാപ്പ് ചെയ്യല് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചിലപ്പം താന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു 6 ഇഞ്ചിൻ്റെ ട്രേ ആണ്. നമുക്ക് അതിലും കൂടെ ഒഴിക്കാം. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് അതിൻ്റെ മുകളിൽ ചെറിയ ഡെക്കറേഷന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സ് അല്ലെങ്കിൽ ഈ നമ്മൾ ആ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് തന്നെയാണെങ്കിലും ഇട്ട് കൊടുക്കാവേ, എന്തായാലും കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ OTGയിലേക്ക് കൊണ്ടുവയ്ക്കാം. കമോ ഇപ്പോൾ OTG പ്രീഹീറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് നമ്മൾ ആദ്യമേ പ്രീഹീറ്റ് ചെയ്യണം. 160 ഡിഗ്രിയാണ് ഞാൻ സാധാരണ കേക്ക് ചെയ്യുന്നത്. ഓരോരുത്തരുടെ ഓവനും അതനുസരിച്ച് വ്യത്യാസം കാണും. നമുക്ക് ട്രേ ബേക്കിംഗ് മോഡിൽ ഒരു 150 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ്സ് ഒരു 50 മിനിറ്റ്സ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ഒരു 40 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ മുകളിൽ ക്രാക്ക് വല്ലതും വീഴുന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കണം. ഇത് ബേക്കാവാൻ 50 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പോൾ എനിക്കൊരു ചോക്ലേറ്റ് കേക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. നാളെ ഒരു തീം കേക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ഫിനിഷ് ചെയ്ത് വെക്കാം. പ്ലം കേക്ക് നമ്മൾ OTGയിൽ കയറ്റിയിട്ടുണ്ട്. അത് ഒരു 50 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പം നാളത്തേക്ക് എനിക്കൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. ഞങ്ങൾ മെയിനായിട്ട് തീം കേക്കാണ് കൂടുതലും ചെയ്യുന്നത്. ഇതൊരു തീം കേക്കാണ്. നാളെ ഒരു ബാപ്റ്റിസം കേക്കുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് വെക്കേണ്ട പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് കേക്ക് വേകുന്നതിനിടയ്ക്ക് ബേക്കാവുന്ന സമയത്തിനുള്ളിൽ നമുക്ക് അതുകൂടെ അങ്ങ് തീർക്കാം. പ്ലം കേക്ക് നമ്മൾ സീസണ് മാത്രമേ ചെയ്യാറുള്ളൂ. അന്നേരമാണ് കൂടുതൽ ഓർഡർ കിട്ടുന്നത്. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഫ്രഷ് ക്രീം കേക്കുകളാണ്.
അതിൽ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് തീം കേക്കുകളാണ്. തീം എന്ന് പറയുമ്പോൾ നമ്മൾ ഫോണ്ടൻ്റ് ഉപയോഗിച്ചുകൊണ്ട് കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ബാപ്റ്റിസം ആണെങ്കിൽ കുഞ്ഞാവ കിടക്കുന്നത്, അങ്ങനെ കുറേ തീമിൽ സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യും. അത് നമ്മുടെ ഏരിയയിലൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ അതൊക്കെ ചെയ്യാറുള്ളൂ. നമുക്ക് കൂടുതൽ ഓർഡർ വരുന്നത് തീം കേക്കിനാണ്. ഞങ്ങൾക്കും കൂടുതൽ ഇഷ്ടം അത് ചെയ്യാനാണ്. ഇതിപ്പോൾ നാളത്തേക്ക് ഒരു മമ്മോദീസയ്ക്കുള്ള കേക്കിൻ്റെ ഓർഡറാണ്. അതിൽ ഒരു കുഞ്ഞാവിനെ വെക്കണം. ഒരു തൂവലിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞാവയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇപ്പോൾ കേക്കിനെ ഒന്ന് ഫിനിഷ് ചെയ്ത് കയറ്റണം. എന്നിട്ട് ഫോണ്ടൻ്റെ വർക്ക് കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. അതുകൂടെ ഒന്ന് തീർത്ത് നാളത്തേക്ക് സെറ്റാക്കി വെക്കണം. എൻ്റെ പേര് ടീനു. ഞാൻ കോട്ടയം ജില്ലയെ കടുത്തുരുത്തിയിലാണ് താമസിക്കുന്നത്. ലോക്ക്ഡൗണിൽ അപ്രതീക്ഷിതമായി സ്റ്റാർട്ട് ചെയ്തതാണ് കേക്കിൻ്റെ പരിപാടികൾ. ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷം ആകാറായി. ഇതിപ്പോൾ എൻ്റെ 563ാമത്തെ കേക്കാണ്. എനിക്കത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ഒരുപാട് പേർക്ക് ഒരു മോട്ടിവേഷൻ കൂടി ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ എന്ന് പറയുമ്പോൾ കേക്ക് സ്മിത്ത് ഫാമിലിയിൽ വരുന്നത് ഞാനും ഹസ്ബൻഡുമാണ് മെയിനായിട്ടും കേക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ വീട്ടിൽ ഞങ്ങളൊരു ജോയിൻറ്റ് ഫാമിലിയാണ്. ചേട്ടനുണ്ട്, ഹസ്ബൻഡിൻ്റെ ചേട്ടനുണ്ട്, ചേട്ടൻ്റെ ഫാമിലിയുണ്ട്, പിന്നെ അപ്പച്ചൻ അമ്മച്ചിയുണ്ട്, പിന്നെ എനിക്കൊരു കുഞ്ഞു വാവയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ കൂടുന്നതാണ് ഞങ്ങളുടെ കേക്കിൻ്റെ വിജയം. ഈ ഫാമിലിയുടെ സപ്പോർട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹവുമാണ് ഞങ്ങളെ ഈ കേക്ക് സ്മിത്ത് ഇത്രയും ഒരു ഉയരങ്ങളിൽ എത്താൻ സഹായിച്ചത്. ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടും എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, PG MCOM ഗ്രാജുവേറ്റ് ആണ്. അത് കഴിഞ്ഞ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടിലിരുന്നുകൊണ്ട് തന്നെ. അതിൻ്റെ ഇടയിലാണ് കേക്കും തുടങ്ങിയിരുന്നത്. ഇപ്പം ജോലി വിട്ടു ഇപ്പോൾ ഫുൾ ടൈം ബേക്കറായി. അതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കേക്കുകളിൽ മെയിനായിട്ടും എല്ലാത്തരം കേക്കുകളും തന്നെ ചെയ്തു കൊടുക്കും. പിന്നെ ഹോം മെയ്ഡ് കേക്കിന് ഇപ്പം നമ്മുടെ നാട്ടിലെ ഡിമാൻഡ് വളരെ കൂടുതലാണ്. വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ലാത്തതുകൊണ്ടും ഹോം മെയ്ഡ് ഐറ്റംസ് ഒക്കെ ആയതുകൊണ്ടും കൂടുതൽ ആൾക്കാരും സെർച്ച് ചെയ്യുന്നത് ഹോം ബേക്കേഴ്സിനെയാണ്. ഞങ്ങളതിൽ കൂടുതലും സ്പെഷ്യലൈസ് ചെയ്യുന്നത് തീം കേക്കുകളാണ്. അതായത് ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവരുടെ ആഗ്രഹം അനുസരിച്ച് കേക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു ബേക്കറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന കേക്ക് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കേക്ക് കഴിക്കുന്നതിന് മുന്നേ അത് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന കേക്ക് കാണുമ്പോഴാണ്. അപ്പോൾ അതിൽ ആദ്യമേ കസ്റ്റമറിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വരുത്തുക, അതാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. അപ്പോൾ മാക്സിമം കേക്കിനെ ഡെക്കറേറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. പിന്നെ പാർട്ടി ഓർഡേഴ്സ് നമ്മളെടുത്ത് ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് ഫുള്ള് ടേബിൾ ഡെക്കറേഷൻ ആയിട്ടുള്ള ഐറ്റംസ്. കേക്ക് മാത്രമല്ല, അപ്പോൾ അതിൽ വരുന്ന കപ്പ് കേക്ക്സ് വരും, സിക്കിൾസ് വരും, പോപ്സ് വരും, അങ്ങനെ ഐറ്റംസും ചെയ്ത് കൊടുക്കാറുണ്ട്. നമുക്ക് ഓർഡേഴ്സൊക്കെ ഒത്തിരി വരാറുണ്ട്. പക്ഷേ ചില സമയത്ത് എല്ലാ ഓർഡറും സ്വീകരിക്കാൻ പറ്റാറില്ല. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റേതായ പരിമിതികളുണ്ട്. പിന്നെ ഒരു കൊച്ചുണ്ട്, അപ്പോൾ അങ്ങനെ കുറേ പരിമിതികളുണ്ട്. നമുക്ക് ഒരു ദിവസത്തിൽ 3-4 കേക്കൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എന്നാലും ചിലരോട് നോ പറയേണ്ടി വരും. അത് അവർക്ക് ചിലപ്പം ചെയ്യുമായിരിക്കും, ഫീൽ ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യുന്നതിനൊരു പരിധിയുണ്ടല്ലോ. നമ്മൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എല്ലാ ഓർഡറും ഒന്നും എടുക്കാൻ പറ്റാറില്ല. അത് ശരിക്കും ഒത്തിരി സങ്കടം തോന്നാറുണ്ട് ചിലരോട് പറ്റില്ല എന്ന് പറയുമ്പോൾ. പിന്നെയും മാക്സിമം എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ നോക്കാറുണ്ട്. കൂടുതലും പേരൻസ് അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരുന്നത് പിള്ളേർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പെപ്പ പിഗ്, ഡോറ ബുജി, മാഷ, അങ്ങനത്തെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചുകൊണ്ട് നമ്മളെ കൂടുതൽ ആൾക്കാർ സമീപിക്കുന്നത്. എനിക്കും കൂടുതൽ ചെയ്യാൻ ഇഷ്ടം അങ്ങനത്തെ കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ്. അത് ചെയ്ത് തീർക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. പിന്നെ അവർ ഫോട്ടോ എടുത്ത് അയച്ചു തരും. പിള്ളേരത് മുറിക്കുമ്പോൾ അല്ലെങ്കിൽ പിള്ളേരത് കാണുമ്പോൾ അവരുടെ മുഖത്തെ സന്തോഷമൊക്കെ നമുക്കിങ്ങനെ ഷെയർ ചെയ്ത് തരും. അത് കാണുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷമാണ്. കാർട്ടൂൺ ഫിഗേഴ്സൊക്കെ ചെയ്തെടുക്കുന്നത് നമ്മൾ കൈകൊണ്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പം അതിന് മോൾഡൊന്നും ഇല്ല. അപ്പോൾ അതിന് നമ്മൾ മാക്സിമം എഫേർട്ടും എടുക്കേണ്ടി വരും, മാക്സിമം ടൈം യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഓർഡർ ആ സമയത്ത് ചെയ്യാനും പറ്റില്ല. തീം കേക്ക് ഉള്ളപ്പം ഒത്തിരി ഓർഡേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അതൊരു ഭയങ്കര ലിമിറ്റേഷനാണ്. പക്ഷേ സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ബേക്കിംഗ് എൻ്റെ ഒരു പാഷനായിരുന്നു. ഇപ്പോൾ അതൊരു പ്രൊഫഷനായി മാറിയേക്കുക. എനിക്കതിൽ വളരെ സന്തോഷമുള്ളൂ. നമ്മൾ ഓരോ കേക്കും ബേക്ക് ചെയ്തെടുക്കുമ്പോഴും ഒത്തിരി സന്തോഷമുണ്ട്. ഓരോ കേക്ക് ചെയ്തെടുക്കുന്നതും നമ്മൾ ആദ്യമായി ചെയ്യുന്ന പോലെ തന്നെയാണ് ഓരോ കേക്കും ചെയ്തെടുക്കുന്നത്. അത്ര സന്തോഷത്തോടും
അത്ര കെയറോടും കൂടിയാണ് ഓരോ കേക്കും ചെയ്തെടുക്കുന്നത്. കേക്ക് ബേക്കിംഗ് ആർക്കും ശരിക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് കഷ്ടപ്പെടാനുള്ള ചെറിയ മനസ്സും കുറച്ച് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേക്ക് ബേക്കിംഗ്. ശരിക്കും വീട്ടിലിരുന്ന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് ഈ കേക്ക് ബേക്കിംഗ്. ആദ്യ സമയത്ത് ഈ തീം കേക്കിനെ കുറിച്ചൊന്നും ആൾക്കാർക്ക് അത്ര ഐഡിയ ഇല്ലായിരുന്നു. അപ്പം നമ്മളോട് വിളിച്ചിട്ട് ചോദിക്കുമായിരുന്നു, ഇങ്ങനെ ഈ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്, ഏത് തീമിലായിരിക്കും ചെയ്യേണ്ടത്, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അപ്പം നമ്മൾ കുറേ പിക്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഐഡിയാസ് അവരായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. കൊച്ചിന് പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഏതാണ്, അവരുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാർട്ടൂൺ ഏതാണ്, അങ്ങനെയെല്ലാം ചോദിച്ചായിരുന്നു നമ്മൾ ആദ്യ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ആൾക്കാർ പൊതുവെ മാറി. ഇപ്പം തീം കേക്കുകളൊക്കെ ഒത്തിരി ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് ആൾക്കാർ നമ്മളോട് ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുക, ഞങ്ങൾക്ക് ഇങ്ങനെ പെപ്പ പിഗ് വേണം, അല്ലെങ്കിൽ ഡോറ ബുജി വേണം, അങ്ങനെ ഇങ്ങോട്ടേക്ക് പറയുക ചെയ്യാറ്. അപ്പം നമ്മൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നമ്മൾ ഹോം ബേക്കേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മൾ കേക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ബേക്കറിയിൽ പോയി അവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് മേടിക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഹോം ബേക്കേഴ്സിനെ സെർച്ച് ചെയ്യുന്നത് അവർ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് ചെയ്ത് കൊടുക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് ഒരു കേക്കിനെ എങ്ങനെ നന്നായിട്ട് ഡിസൈൻ ചെയ്യാവോ അങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സിന് കുറച്ചുകൂടെ സന്തോഷമായിരിക്കും. കേക്ക് ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കസ്റ്റമേഴ്സ് കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷമാണ്. ആദ്യത്തെ ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാം ഓക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആദ്യമേ തന്നെ കേക്ക് ഓപ്പൺ കേക്കിൻ്റെ ബോക്സ് തുറക്കുമ്പോഴേ അവരുടെ മുഖത്തൊരു പുഞ്ചിരി കൊണ്ടുവരിക, അതാണ് നമ്മുടെ ശരിക്കും വിജയം എന്ന് പറയുന്നത്. ഈ കേക്കിൻ്റെ ഫിനിഷിങ് ഏകദേശം തീർന്നിട്ടുണ്ട്. ഇതിന് ബാക്കി നമുക്ക് ഡെലിവറിക്ക് തൊട്ട് മുന്നേ ചെയ്യാൻ പറ്റുള്ളൂ. തീം കേക്ക് ആയതുകൊണ്ട് ഫോണ്ടൻ്റെ ഫിഗേഴ്സൊക്കെ നമുക്ക് ഡെലിവറിക്ക് തൊട്ട് മുന്നേ കേക്കിന് മുകളിൽ വയ്ക്കാൻ പറ്റുള്ളൂ. ഒത്തിരി നേരം അത് പുറത്തിരുന്ന് അത് മെൽറ്റ് ആവാൻ തുടങ്ങും. പ്രത്യേകിച്ച് മഴക്കാലമാണെങ്കിൽ അറ്റ്മോസ്ഫിയറിൻ്റെ മോയ്സ്ചർ ഇത് പെട്ടെന്ന് വലിച്ചെടുക്കും. അപ്പം നമുക്ക് അധികം നേരം ഇതിനെ പുറത്ത് വയ്ക്കാൻ പറ്റത്തില്ല. ഇതിന് ജസ്റ്റ് ഫിനിഷ് ചെയ്ത് ഇനി നാളെ ഇതിന് ഡെലിവറിക്ക് തൊട്ട് മുന്നേ നമ്മൾ ഇതിൻ്റെ ഐറ്റംസ് എല്ലാം ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.